പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് ദൗർബല്യങ്ങളെ, ദുർബലതകളെ മാറ്റി അമ്മ ദേവി നമുക്ക് എങ്ങനെ ബലവും ഐശ്വര്യവും സിദ്ധിയും ബുദ്ധിയും ഒക്കെ തരുന്നു എന്നുള്ള വരികളാണ്. മഹാഭോഗ മഹേശ്വര്യ മഹാവീര്യ മഹാബല. മഹാഭോഗ, ഇവിടെ മഹാ എന്നുദ്ദേശിക്കുന്നത് മഹത്തായത് എന്നുള്ള അർത്ഥത്തിലാണ്. വലുത് എന്നുള്ള അർത്ഥവും എടുക്കാം. മഹാഭാരതം, അതായത് മഹത്വമുള്ളത്. ആ മഹത്വം എന്തിൻ്റെതാണ്? മഹാഭോഗ, ഭോഗം, ഭോഗവസ്തു, നമ്മൾ ഭോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇച്ഛകൾ, എല്ലാ ഭോഗങ്ങളും, അതായത് ഫിസിക്കലി നമ്മൾ ഭോഗിക്കാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ ആത്മീയമായിട്ടുള്ള ഒരു ഭോഗാവസ്ഥയും ഉണ്ട്. അവിടെ എന്റർടൈൻമെന്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രമിക്കൽ എന്നുള്ളതല്ല. എല്ലാ ഇച്ഛകൾക്കും ഒരു പുറത്തേക്ക് ഒഴുക്കുണ്ട്. അതേ ഇച്ഛകളുടെ അകത്തേക്കുള്ള ഒഴുക്കാണ് എൻലൈറ്റൻമെന്റ്, അതായത് ബോധാവസ്ഥ. അപ്പോൾ ഇവിടെ മഹാഭോഗങ്ങൾ നമുക്ക് തരുന്നു. പുറത്തും അകത്തുമുള്ള മഹാഭോഗങ്ങളാണ് ദേവി. അതാണ് ദീർഘം. ഭോഗ മഹേശ്വര്യ, മഹത്തായ ഐശ്വര്യങ്ങളെ നമുക്ക് അനുഗ്രഹിച്ചു നൽകുന്നു. ഐശ്വര്യങ്ങൾ, ഈശ്വര എന്നുള്ളത് തന്നെയാണ് ഈശ്വരി. അവിടെ ഐശ്വര്യം എന്നുള്ള വാക്കും അതിൽ നിന്ന് തന്നെ വന്നതാണ്. അതായത് ശക്തമായതെല്ലാം വരം നൽകുന്നു, വരിക്കുന്നു, വരിച്ചിരിക്കുന്നതിനാൽ ഈശ്വരൻ. ശക്തമായതെല്ലാം. അപ്പോൾ അശക്തമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും വരിച്ചിരിക്കുന്നു, അതിനാൽ ഈശ്വരൻ. അങ്ങനെയുള്ള ഈശ്വരന്റെ ഈശ്വരി. അപ്പോൾ ആ ഈശ്വരി നമുക്ക് ഐശ്വര്യത്തെ നൽകുന്നു. മഹാവീര്യ, വീര്യ, വീര്യം സൃഷ്ടിയുടെ രൂപമാണ്. വീര്യം എന്നുള്ളത് ഉള്ളിലെ നമ്മളുടെ സൃഷ്ടിയുടെ രൂപമാണ്. അപ്പോൾ ആ സൃഷ്ടി നടക്കുന്ന ആ മൊമെന്റിനെയാണ് വീര്യം എന്ന് പറയുന്നത്. വാളോ തോക്കോ കമ്പോ വടിയോ എടുത്ത് യുദ്ധം ചെയ്യുന്നതിനെ, അടിക്കുന്നതിനെയല്ല ഇവിടെ വീരം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. മഹാവീര്യ, ഉള്ളിലെ ഒരു സാധകന്റെ, ഭക്തന്റെ വീര്യം പലതും സൃഷ്ടിക്കും ഉള്ളിൽ. എന്താണ് ആ ഉള്ളിൽ സൃഷ്ടിക്കുന്നത്? മഹാബല, മഹത്തായ ബലം നൽകും ഉള്ളിൽ. മഹാബല, നമ്മൾ ഹനുമാൻ മന്ത്രത്തിൽ ബുദ്ധർ ബലം എന്നാണ് പറയുന്നത്. ആ ബലം എവിടെ നിന്ന് കിട്ടുന്നു? ഉള്ളിലാണ്, പുറത്തുള്ള ബലമല്ല. അത് എവിടെ നിന്നാണ്? മഹാവീരം, വീര്യം കിട്ടുമ്പോൾ മഹത്തായ ബലം കിട്ടും. ആ ബലം എന്തായിട്ട് മാറും എന്നുള്ളതാണ് അടുത്ത വരി. മഹാബുദ്ധർ മഹാസിദ്ധർ മഹായോഗേശ്വരേശ്വരി. മഹത്തായ ബുദ്ധിയും മഹത്തായ സിദ്ധിയും ലഭിക്കുന്നു. ഇവിടെ ഓരോ വരികളും നോക്കുക. മഹാബുദ്ധരാണ് പറയുന്നത്. മഹത്തായ ബുദ്ധി എന്താണ്? വിവേചന ബുദ്ധി, വിവേക ബുദ്ധി, ഇതെല്ലാം മഹത്താണ്. ബുദ്ധി നമുക്കുണ്ട്, പല കാര്യങ്ങളും നേടിയെടുക്കാൻ ബുദ്ധിയുമുണ്ട്. പക്ഷെ മഹത്തായ ബുദ്ധി ഏതാണ്? വിവേചന ബുദ്ധി, വിവേക ബുദ്ധി. ആ ബുദ്ധി നമുക്ക് ഏത് മൊമെന്റിൽ, ഏത് ക്ഷണത്തിൽ ലഭിക്കുന്നോ അതാണ് സിദ്ധി. സിദ്ധി എന്നുള്ളത് പുറത്ത് കാണിക്കുന്ന മായാജാലങ്ങളെ അല്ല ഇവിടെ പറയുന്നത്. അതും സിദ്ധിയായിട്ട് കരുതാം, അത് നമുക്കുണ്ടാകും. പക്ഷെ അതിൽ വീണു പോകുമ്പോൾ ഈ മഹത്തായ ബുദ്ധി നഷ്ടപ്പെടും. അതാണ് സിദ്ധി എന്ന് കരുതിയാൽ ബുദ്ധി പോയി, വിവേചനവും വിവേകവും പോയി, എന്തും കാണിക്കും. അതാണ് വ്യക്തമായിട്ട് പറയുന്നത്. മഹാബുദ്ധർ മഹാസിദ്ധരാണ്. ആദ്യം സിദ്ധിയല്ല, ആദ്യം ബുദ്ധിയാണ് കിട്ടുന്നത്. സിദ്ധി ലഭിച്ചാൽ എന്തൊക്കെ കിട്ടുമെന്നും ബുദ്ധി ഉണ്ടെങ്കിലേ മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മൾ ആ സിദ്ധികളിൽ ഒഴുകിപ്പോവും. അതുകൊണ്ട് മഹാബുദ്ധർ മഹാസിദ്ധർ മഹായോഗേശ്വരേശ്വരി. ഇതിന്റെ ഓർഡർ തന്നെ ശ്രദ്ധിക്കുക. ഭോഗം, ഐശ്വര്യം, വീര്യം, ബലം, ബുദ്ധർ, സിദ്ധ, മഹായോഗം. ഇതെല്ലാം ചേരുന്നതിനെയാണ് മഹായോഗം എന്ന് പറയുന്നത്. യോഗം നമുക്കറിയാം, യൂണിയൻ, കൂടിച്ചേരൽ, ഒത്തുചേരൽ. എന്തിന്റെയാണ്? ഇവയെല്ലാം ഒത്തുചേരണം, സമാസമം വന്നു ചേരും. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ് ജീവിതത്തിൽ. അല്ലാതെ മരിച്ചു പോയിട്ട് സ്വർഗലോകത്ത് കിട്ടുന്നതല്ല. ഇവിടെ ഭൂമിയിൽ നമുക്ക് ആസ്വദിക്കാനും ജീവിക്കാനും വേണ്ടി. പക്ഷെ അതിന്റെ ഒരു ഓർഡർ ഉണ്ട്, ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിനെയാണ് നമ്മൾ ആദ്യം ക്രമാരാധ്യ എന്ന് പറയുന്നത്. അതെല്ലാം കൂടിച്ചേരുമ്പോൾ മഹത്തരമായ ഒരു യോഗം സംഭവിക്കുന്നു. എങ്ങനെയുള്ള യോഗമാണ്? മഹായോഗേശ്വരേശ്വരി. ഈശ്വരനും ഈശ്വരിയും കൂടിച്ചേരുന്ന യോഗത്തിന്റെ മഹത്വം നമ്മളും അറിയുന്നു. ഇവിടെ ഈ മൊമെന്റിൽ മനുഷ്യനായി ഇരുന്നു കൊണ്ട്. അത് തന്നെയാണ് ഈ ശ്രീചക്രപൂജയും ഈ ശ്രീവിദ്യാഉപാസനയും എല്ലാം പറയുന്നത്. പക്ഷെ ഈ ഒരു ക്രമമുണ്ട്. ആദ്യം സിദ്ധി കിട്ടിയാൽ പോയി,
ആദ്യം ബലം കിട്ടിയാൽ പോയി, ആദ്യമേ ബുദ്ധി കിട്ടിയാലും പോയി. ഇതിനെക്കുറിച്ചെല്ലാം ഓരോരോരോ ഓർഡറിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ട് വിവേചന ബുദ്ധിയോടുകൂടി അമ്മ എത്തിക്കും. അങ്ങനെയാണ് മഹായോഗം നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളതാണ് വരികളിലൂടെ പറയുന്നത്. മഹാഭോഗ മഹേശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധർ മഹാസിദ്ധി മഹായോഗേശ്വരേശ്വരി. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.